വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ എന്താണ് നിങ്ങളുടെ പരിപാടികൾ? ഞാൻ രാവിലെ എണീറ്റിട്ട് ഇഡ്ഡലിക്ക് വെച്ചു. എന്നിട്ട് അതിന് മേളിൽ തട്ടിൽ പഴം അവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. ഇത് നമ്മുടെ സാധാ ചമ്മന്തിയില്ലേ, അത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മുളക് എടുക്കുകയാണേ. മുളക് കടുവറുക്കാൻ വേണ്ടിയിട്ട് കടുവറുത്ത് തേങ്ങ അരച്ച ചമ്മന്തി, ഉള്ളി, മുളക്, എന്നിട്ട് ചില ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇത് കടുവറുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഇതൊരു സ്പെഷ്യൽ മുളക് കറി ഉണ്ട് ഗായ്സ്. ഇത് കഴിച്ചാൽ സൂപ്പറാണ്. നിങ്ങൾ 2 ഇഡ്ഡലി കഴിക്കുന്ന ആൾക്കാർ 3ഓ 4ഓ കഴിക്കും കേട്ടോ. അത് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിലോ ദോശ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിലോ ആയിക്കോട്ടെ, അടിപൊളിയാണ്. ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ റെസിപ്പി പതുക്കെ തന്നെ പറയാം. നിങ്ങൾക്ക് വേണം എന്നുള്ളവർ അത് നന്നായിട്ട് നോക്കി എഴുതിയെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കുക. അടിപൊളിയായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് പാൻ വെച്ചിട്ട് അതിൽ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇല്ലേ, അതാണ് ആഡ് ചെയ്യണത്. എന്നിട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഒരു കൈപ്പിടി എടുക്കണം കേട്ടോ, അതും കൂടി ആഡ് ചെയ്യണം. നിങ്ങൾ ഇത് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ എണ്ണവും എല്ലാം കൂട്ടിയെടുക്കണം കേട്ടോ. ഇത് വെളുത്തുള്ളി ഞാനൊരു 7-8 അല്ലി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു കൈപ്പിടി എടുത്തിട്ടുണ്ട്, ഒരു 10-15 എണ്ണം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഓയിലിൽ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചേർക്കാൻ പോണത് നമ്മുടെ തക്കാളിയില്ലേ. ഇത് ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഈ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച്, അതായത് മാറുന്നതനുസരിച്ച് തക്കാളിയുടെ എണ്ണവും കൂട്ടുക. എന്നിട്ട് തക്കാളി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തന്നെ വശക്കി കൊടുക്കണം. ഈ കറി മാത്രം മതി ഗൈസ്. ചൂട് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് കഴിക്കാമേ. എന്നിട്ട് നന്നായിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ വഴറ്റണം. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കണേ. എന്നിട്ട് നമ്മളിനി ചേർക്കാൻ പോണത് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യണം. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ വറ്റൽ മുളകില്ലേ, അതാണ് ആഡ് ചെയ്യാൻ പോണത്. ഇത് നിങ്ങളുടെ എരിക്കനുസരിച്ച് മാറ്റാവുന്നതാണ്. ഇതെനിക്ക് നല്ല എരിയുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തേക്കണത്. കുറച്ചേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരി കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് എരി ചേർക്കണം, മുളക് കൂട്ടണം, എണ്ണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കണേ. ശേഷം നമ്മൾ ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റുക. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം മാത്രം അടിക്കുക. ഇതിന് മുന്നായിട്ട് നമ്മൾ കുറച്ചൊരു തേങ്ങ, ഒരു കൊച്ചു കൈപ്പിടി, അത്രയും മതി കേട്ടോ, അതും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ. അതേ പാനിൽ തന്നെ നമ്മളൊന്ന് കടുക് വറുക്കാൻ പോവുകയാണ്. കടുക് വറുക്കാൻ വേണ്ടി കടുക് ഇട്ടു, ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഞാൻ കുറച്ച് ഇഡ്ഡലിക്കും കൂടി ബാക്കി വെച്ചേട്ടോ. എന്നാൽ ഈ സമയത്ത് ഇഡ്ഡലിയും കൂടി ആയിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് കറിവേപ്പില അത് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചേർക്കേണ്ട കാശ്മീരി മുളക് പൊടിയാണ്. ഇത് കുറച്ചും കൂടി കളറ് നൽകും കേട്ടോ നമ്മുടെ കറിക്ക്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടുക് വറുക്കണ മുളകില്ലേ, അതും കൂടി ആഡ് ചെയ്യാവേ. ഇതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇതില്ലേ കൂട്ട്, അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം ഈ കടുക് വറുത്ത് അതും കൂടി ആഡ് ചെയ്യുക. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തെറ്റിപ്പോവാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ കറി. നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കണ കറിയാണ്, ചമ്മന്തിയുടെ കൂടെയൊക്കെ ഉണ്ടാക്കണ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നമ്മൾ ഇഡ്ഡലിയുടെ കൂടെ കുഴച്ച് അടിക്കുക. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയും ഇതായിട്ട് പറഞ്ഞതുകൊണ്ട് പഴം ഞാൻ പറഞ്ഞില്ല, അവിച്ച് വെച്ച് രാവിലെ തന്നെ, എന്ന് വെച്ചാൽ ഒരു 11 മണിക്കൊക്കെ കഴിക്കുകയുള്ളൂ. എന്നാലും ഇതിൻ്റെ കൂടെ അങ്ങ് നടക്കും. വെള്ളം വേണം മുത്തിന്, അമ്മ കൊണ്ടുവരാവേ. മോനുവിനെ കഴിക്കാൻ വേണ്ടി ഇരുത്തിയേ. അവൻ കഴിക്കുകയൊന്നുമില്ല. എന്നാലും ഞാൻ വിചാരിച്ച അതിൻ്റെ കൂടെ എൻ്റെ ഫുഡടി നടക്കും. എന്നിട്ട് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ അവന് കൊടുക്കാമെന്ന്. അവൻ ഒരെണ്ണത്തിൻ്റെ ഒരു പകുതിക്ക് കഴിക്കണം കേട്ടോ, ബാക്കി എനിക്ക് കഴിക്കണം. ഇത് നമ്മുടെ കാശ്മീരി മുളകിട്ടതിൻ്റെ കളറാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. അടിപൊളിയായിട്ട് ഞാൻ കുഴച്ചൊഴിച്ച് കഴിച്ചേട്ടോ. ഇന്ന് 3ഓ 4ഓ ഇഡ്ഡലി എന്തോ ഞാൻ കഴിച്ചെന്നുള്ളൂ, അത്രയും ടേസ്റ്റായിരുന്നേ. ഇനി നമുക്ക് കഴിച്ചിട്ട് കാണാമേ. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്നൊരു നല്ല സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഇന്ന് ശബരിമലയ്ക്ക് പോവാണ് ഇവിടുന്ന്. എനിക്കന്ന് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നന്ദുക്കുട്ടിയും എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ്. അപ്പോൾ രാവിലെ കുളിച്ച് റെഡിയായി അങ്ങനെ അമ്പലത്തിലോട്ട് പോകുന്നു ഗൈസ്.
പോകുന്ന വഴിക്ക് എല്ലാ അമ്പലത്തിൽ ഉത്സവമാണല്ലേ, ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ഉത്സവമല്ലേ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. നല്ലൊരു ദിവസം, ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ. ഈ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലേ. അവിടെ വിളക്ക് തിരിയും, വിളക്കിൻ്റെ മണവും, അതായത് എണ്ണയുടെയൊക്കെ മണവും അങ്ങനെയൊക്കെ ഈ സാമ്പ്രാണി തിരിയുടെ മണവും എല്ലാം കൂടി ചേർന്നൊരു അടിപൊളി വൈബാണല്ലേ അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്നത്. പിന്നെ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ച് പാവം കൊച്ചിനൊട്ടും വയ്യട്ടെ വിളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കഷ്ടപ്പെട്ടൊക്കെ വിളിക്കുകയാണ്, സൗണ്ട് വരില്ല, അവിടെ സമയേ എന്ന് പറഞ്ഞ് വിളിക്കുകയായിരുന്നു. തിരിക്കും നമ്മൾ അമ്മയുടെ അടുത്ത് വന്നു. അപ്പോൾ പിന്നെ അവൻ ബാഗും കൊണ്ട് ഇറങ്ങിയാണ്. വന്ന പാടെ അവന് പോകണം വീട്ടിലോട്ട് തിരികെ, കാരണം സൈക്കിൾ ചവിട്ടണ്ടേ അവിടെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പിന്നെ നമ്മൾ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി നമ്മളൊന്ന് പുറത്തോട്ട് പോവുകയാണെ കടയിലൊരു ആവശ്യമായിട്ട്. അങ്ങനെ അമ്മയും ഞാനും മോനും ചേച്ചിയും കൂടിയാണ് പോണത്. മോനും നടന്നു വരാമെന്നാണ് പറയണത്. അമ്പലത്തിൽ പോയിട്ട് മുടിയൊന്നും ഉണങ്ങില്ല, ആ രീതിയിൽ തന്നെ കെട്ടി വെച്ചിട്ടാണ് പോണത് കേട്ടോ. പെട്ടെന്ന് സമയം കിട്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കാപ്പി കുടിച്ചിട്ട് റെഡിയായി ഇറങ്ങി ബസ്സിൽ കയറിയാണ് പോണത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് മോനിനുണ്ടായിരുന്നു കേട്ടോ. തിരികെ നമ്മൾ കടയിൽ വരുന്നതിന് മുന്നേ അവിടെ ഒരു ഷോപ്പിൽ ഇങ്ങനെ ഫിഷൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വലിയ വലിയ മുട്ട മീനുകൾ കേട്ടോ, നല്ല ഉരുണ്ട തക്കുടും മീനുകൾ കേട്ടോ. കാണുമ്പം ഈ കാണുന്ന പോലെ നമ്മൾ നേരിട്ട് കാണുമ്പം കുറച്ചും കൂടി ഒരു ഭംഗിയാണ്. യെല്ലോ കളറ്, ഓറഞ്ച് കളറ്, വൈറ്റ്, യെല്ലോ ഒക്കെ തക്കുടുമായിരുന്നു കുറച്ചും കൂടിയൊക്കെ ഈ ഓറഞ്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ കുറേ നേരം അവിടെ നിന്ന് വരാൻ ഭയങ്കര മടി കേട്ടോ മീനിനെ കണ്ടിട്ട്. പിന്നെ നമ്മൾ കടയിലോട്ട് വന്ന് കേട്ടോ, പോത്തീസിലോട്ട് വന്ന്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബുദ്ധനും വാട്ടർഫോൾസും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവന് ടോയ് ഉണ്ട്, പിന്നെ ടോയ് കണ്ടാൽ പിന്നെ അവൻ അവിടെ നിന്ന് മാറൂല കേട്ടോ. അങ്ങനെയാണ്. പിന്നെ കുറേ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ ഒന്നും നോക്കാൻ പറ്റില്ല, കാരണം ഇവ ടോയ് വിട്ടൊരു കളിയില്ല. ടോയ് എവിടെയുണ്ട് അവ അങ്ങോട്ട് പോകും. പിന്നെ നമുക്ക് ടെൻഷനല്ലേ, നമ്മൾ അങ്ങോട്ട് തന്നെ തിരിഞ്ഞ് നിൽക്കും, അടുത്ത് പോയി വിളിച്ചുകൊണ്ട് വരും. പിന്നെ ഇവിടെ നിന്ന് നോക്കിയിട്ട് പിന്നെ പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് പോയി കേട്ടോ, ഒന്നും നോക്കാൻ പറ്റില്ല. പെട്ടെന്ന് ജസ്റ്റ് ഞാൻ നോക്കിയതാണ് കേട്ടോ ഇതൊക്കെ. അവനെ ചേച്ചി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അടുത്തുനിന്ന് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ടോയൊക്കെ ജസ്റ്റ് നോക്കി. ഈ സാരിയൊക്കെ സൂപ്പറല്ലേ, നല്ല സാരി കേട്ടോ. ജസ്റ്റ് നോക്കിയിട്ട് അങ്ങ് പോയി കേട്ടോ. ജസ്റ്റ് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഈ യെല്ലോ കളറും ഓറഞ്ചും, ഈ ഓറഞ്ചൊക്കെ അടിപൊളിയായിരുന്നേ സാരി. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ, ഒതുങ്ങുന്ന മെറ്റീരിയലെല്ലാം തോന്നുന്നു. അല്ല, ഒതുങ്ങി കിടക്കും ചില മെറ്റീരിയലൊക്കെ കേട്ടോ, എല്ലാം സ്റ്റിഫൊന്നും അല്ല. അങ്ങനെ കുറേ കളക്ഷൻസ്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ കടയിൽ നിന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ എടുത്തിട്ട് വന്നു തിരികെ. ഇത് രാത്രി ആയിരുന്നു, രാത്രി നല്ലൊരു വൈബ് കേട്ടോ. അവിടെ മരങ്ങളും നല്ലൊരു രസം കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വെളിയിൽ ഇങ്ങനെ നിന്നു. പിടിച്ചപ്പോൾ വലിച്ചപ്പം കിട്ടിയാ പൊന്നി? ഭയങ്കര പവറാണ്, കണ്ടാ പറയില്ലല്ലോ. ഇനി അത് ഇവിടെ എത്രയും കൊളാക്കിടാനാണ്, ഇവിടെ എത്രയും. ഈ രാത്രി ആകുമ്പോഴും ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലേ നമ്മുടെ ഈ പ്രകൃതിക്ക്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? പ്രകൃതി ആസ്വദിക്കുന്ന എത്ര പേരുണ്ട് കേട്ടോ. ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ ഭ്രാന്താണെന്നൊക്കെ തോന്നുന്നു. എനിക്ക് കുറച്ച് ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ ഉള്ളൊരു ക്ലൈമറ്റ്, രാത്രിത്തെ ഒരു വൈബ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം അങ്ങനെ വെളിയിൽ നിന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കേട്ടോ. സത്യം പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ ഒത്തൊക്കെ ഇരിക്കുമ്പോൾ ഒരു നല്ല രസമല്ലേ, പണ്ടത്തെ ഓർമ്മകൾ, കുഞ്ഞു നാളിലെ
താമസിച്ചിരുന്ന സമയത്തുള്ള ഒരു വൈബും ഒരു രസമൊക്കെ ആണല്ലേ. കുറേ നേരം മോനിട്ടരൊക്കെ കളിച്ച് അങ്ങനെ ഇരുന്ന്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ആ കറിയില്ലേ, അതെന്തായാലും ഉണ്ടാക്കി വെക്കണമെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയ എന്തെങ്കിലും ഡിഷസ്, ഇതുപോലെ എനിക്കറിയാവുന്ന ഡിഷസ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും ചിലപ്പോൾ, അതെനിക്കറിയില്ല. എന്തായാലും ഞാൻ അതും കൂടി ഇട്ടേക്കാം, ഇടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും പുതിയ ഡ്രസ്സോ എന്തെങ്കിലും, ഞാൻ പുതുതായിട്ട് എന്തെങ്കിലും കോസ്മെറ്റിക്സ് ഐറ്റംസ്, ബ്യൂട്ടി പ്രോഡക്റ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ അത് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താങ്ക് യു ഫോർ വാച്ചിങ്. ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. ഹാപ്പി ആയിട്ടിരിക്കൂ. ബൈ ബൈ. സീ യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.